എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നക്ഷത്രഗണത്തിൽ 24ാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രത്തെപ്പറ്റിയാണ് പറയുന്നത്. പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാർ. ഈ ചതയം നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കുന്നവരാണ്. ഭൂരിഭാഗം വരുന്ന നക്ഷത്രക്കാരും വ്യത്യസ്തരായിട്ട് തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹുവും രാശിയുടെ അധിപൻ ശനിയുമാണ്. ഇത് രണ്ടും പാപഗ്രഹങ്ങളായതിനാൽ ഒരു അന്തർമുഖത്വം ഇവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. രാഹു ദശയിലാണ് ചതയം നക്ഷത്രക്കാരുടെ ജനനം. ജനിക്കുന്ന സമയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹു ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലായിരിക്കും ഉണ്ടാകുക. ശനിയുടെ സ്വഭാവവും രാഹുവിൻ്റെ സ്വഭാവവും ഇവരിൽ ഉണ്ടാകുന്നതാണ്. നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും രാശിയുടെ അധിപൻ ശനിയുമാണ്. അതിനാൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്വഭാവം ഇവരിൽ ഉണ്ടാകുന്നതാണ്. ശനിയുടെ സ്വഭാവങ്ങളായ പാരമ്പര്യം, പ്രാചീനത, സ്ഥിരമായ സ്വഭാവങ്ങൾ, കുലീനത, ആത്മീയമായ സ്വഭാവങ്ങൾ ഒക്കെ ഇവരുടെ ഒരു ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. രാഹുവിൻ്റെ ഒരു സ്വാധീനമുള്ളതിനാൽ സ്വതന്ത്ര ചിന്താഗതി, ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കഴിവ്, അതുപോലെ സാഹസികമായ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുക, തുറന്നൊക്കെ പറയുന്ന ഒരു പ്രകൃതം, മാതാവിനോടൊക്കെ ഒരു കൂടുതൽ ഇഷ്ടം വരിക, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതകളാണ്. ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവത വരുണനാണ്. വരുണൻ ഇവരെ സ്വാധീനിക്കുന്നതിനാൽ ആദർശശാലികളും ഔദാര്യശീലം ഒക്കെ ഉള്ളവരും ആയിരിക്കും ഇവർ ഭൂരിഭാഗം ആൾക്കാരും. സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ചതയം നക്ഷത്രക്കാർക്ക് യാതൊരുവിധ മടിയും കാണില്ല. ആകർഷണ ശക്തിയൊക്കെയുള്ള കണ്ണുകൾ ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റുള്ളവരോട് ഇവർ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെയധികം വിനയത്തോടും അന്തസ്സോടും കൂടിയുള്ള പെരുമാറ്റമായിരിക്കും. ഇവർ ആദർശശാലികളും ശാന്തരും ഒക്കെ ആയിരിക്കുമെങ്കിലും ഇവർക്ക് ജീവിതത്തിൽ പലവിധ ശത്രുക്കളെയൊക്കെ നേരിടേണ്ടതായും വരുന്നുണ്ട്. ഇവരുടെ ചിന്തയും പ്രവൃത്തിയും എപ്പോഴും ഒരു മാനുഷികമായ രീതിയിലായിരിക്കും. ഏറ്റെടുക്കുന്ന ജോലിയൊക്കെ ചിട്ടയായും കൃത്യനിഷ്ഠയോടും കൂടിയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം ചതയം നക്ഷത്രക്കാരും. സ്വതന്ത്രമായിട്ടൊക്കെ ചിന്തിക്കുന്നവരും നല്ല അധ്വാനശീലരുമാണ് ഈ നക്ഷത്രക്കാർ. ശുദ്ധ ഹൃദയമുള്ള ഈ നാളുകാർക്ക് മുൻകോപം പൊതുവേ കുറവായിരിക്കും. ഗ്രഹനിലയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലർ മുൻകോപികളും ആയിരിക്കും. മാതാപിതാക്കളിൽ നിന്നും വലിയ സഹായമൊന്നും ഈ നക്ഷത്രത്തിൽ പിറന്നവരെ പ്രതീക്ഷിക്കേണ്ടതും ഇല്ല. ലോകപരിജ്ഞാനമൊക്കെ വളരെയധികം കൂടുതൽ ഉള്ളവരായിരിക്കും ഈ നാളുകാർ. ആളുകളെയൊക്കെ അറിഞ്ഞ് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ്. സുഖമുണ്ടായാലും ദുഃഖമുണ്ടായാലും അത് ഒരു സമചിത്തതയോടെയൊക്കെ ദർശിക്കുന്നതിലും ഒരു പ്രത്യേകം കഴിവ് ഇവർക്ക് കണ്ടുവരുന്നുണ്ട്. ഇവർ അറിഞ്ഞുകൊണ്ടൊരിക്കലും മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എന്ത് രഹസ്യമുണ്ടെങ്കിലും അത് സൂക്ഷിക്കാൻ ഇവർക്കൊരു അസാമാന്യ കഴിവ് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു കൈ നീട്ടി നിൽക്കാൻ ഈ നക്ഷത്രക്കാർ ഒരിക്കലും ശ്രമിക്കുകയില്ല. സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ എന്ത് സഹായവും എപ്പോൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ഇവർ സന്നദ്ധരും ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇവർക്ക് അവരിൽ നിന്ന് തിരിച്ച് യാതൊന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. അതുപോലെ അവരിൽ നിന്ന് തിരിച്ച് ഉപദ്രവമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഈ ചതയം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ ആൾക്കാർക്കും അത്രയൊരു തൃപ്തികരം ആയിരിക്കില്ല. കർമ്മകുശലതയും ബുദ്ധിശക്തിയും ഒക്കെ ഉള്ളവരാണ്. എങ്കിലും ഈ നാളുകാർക്ക് ഒരു ചഞ്ചല ചിത്തരായിരിക്കും ഈ നാളുകാർ. കാഴ്ചയിലൊക്കെ നോക്കുമ്പോൾ വളരെയധികം ആരോഗ്യവാന്മാരൊക്കെ ആയിരിക്കും. പക്ഷേ വാസ്തവം നേരെ മറിച്ചുമായിരിക്കും.
മൊത്തത്തിൽ ഒരു ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിത അനുഭവങ്ങൾ. അത് സഹോദര സ്ഥാനത്ത് നിന്നും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായും വരുന്നതാണ്. പിതാവിൽ നിന്ന് ഇവർക്ക് ഗുണാനുഭവങ്ങളൊക്കെ വളരെയധികം കുറവായിരിക്കും ലഭിക്കുന്നത്. ഏകദേശം ഒരു 34 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടം ഇവരുടെ ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായ കാലമായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് വലിയ പുരോഗതിയൊന്നും ഉണ്ടാകാറും ഇല്ല. പലർക്കും ഇങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. എന്നാൽ അതിനുശേഷം ഇവരുടെ കഴിവും പ്രയത്നങ്ങളും ഒക്കെ മറ്റുള്ളവരെ അംഗീകരിക്കുന്നതുമാണ്. കൂടുതൽ ചതയ നക്ഷത്രക്കാരും ഒരു 34 വയസ്സിനൊക്കെ ശേഷമായിരിക്കും ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലെ ഒക്കെ ഒരു തികഞ്ഞ വൈദഗ്ധ്യം ഒക്കെ ഉള്ളവരായിട്ട് അറിയപ്പെടുന്നത്. ഇവർക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു പ്രത്യേക കഴിവൊക്കെ ഉള്ളവരാണ് കൂടുതലും ചതയ നക്ഷത്രക്കാർ. എന്തിനെക്കുറിച്ചും പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളൊക്കെ നേടാനും ശ്രമിക്കുന്നവരാണ് ചതയ നക്ഷത്രക്കാർ. ഇവരുടെ ജാതകത്തിൽ വ്യാഴവും ശനിയും ഒക്കെ ഒരു മോശം അവസ്ഥയിലാണെങ്കിൽ ഇവരുടെ വിവാഹ ജീവിതത്തിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട്. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന ജീവിത പങ്കാളി സ്വഭാവശുദ്ധിയുടെയൊക്കെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെ ആയിരിക്കുന്നതുമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇവർ ഭാഗ്യവാന്മാരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. എങ്കിലും പല കാര്യങ്ങളിലുമുള്ള കടുംപിടുത്തങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തെ ശരിക്കും ബാധിക്കാറും ഉണ്ട്. ആരോടും ഒരു കാര്യവും പങ്കുവെക്കാത്തവരാണ് ചതയം നക്ഷത്രക്കാർ. ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പലരും ശാന്തശീലരൊക്കെ ആയി തോന്നും. എങ്കിലും ചിലപ്പോഴൊക്കെ ഇവർ ദേഷ്യക്കാരായും മാറുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ ഉള്ളവരുമായിരിക്കും. കുടുംബ ഭരണത്തിൽ ഇവർ ഒരു തികഞ്ഞ തറവാടിത്തമൊക്കെ പുലർത്തുന്നവരും ആയിരിക്കും. ഈ ചതയ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ തികഞ്ഞ ഈശ്വര വിശ്വാസികളുമായിരിക്കും. പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്, നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും പലരും. ചിലരെങ്കിലും അല്ലാതെയും കാണാറുണ്ട്. ചതയ നക്ഷത്രത്തിൽ പിറന്ന പുരുഷനും സ്ത്രീക്കും പൊതുവായി ഈ ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഈ ചതയ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഉണ്ടാകാറുണ്ട്. ഷുഗർ, ഇതുപോലുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു കരുതൽ എപ്പോഴും തേടേണ്ടത് ജീവിതത്തിൽ അത്യാവശ്യമാണ്. ചതയ നക്ഷത്രക്കാരുടെ ജീവിത വിജയത്തിനായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. ശനിദശയും കേതുവിൻ്റെ ദശയും സൂര്യൻ്റെ ദശയും ഒക്കെ അത്ര ഒരു ഗുണകരമല്ല. ഈ സമയത്ത് വേണ്ടതായ പരിഹാര മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നക്ഷത്ര അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. നമ്മളെപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോയാലും അവിടുത്തെ സർപ്പക്കാവിൽ മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് കഴിയുന്ന നാണയങ്ങളോ ഒക്കെ സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. രാശ്യാധിപൻ ശനിയൊക്കെ ആയതിനാൽ ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം, എള്ളുതിരി ഇവയൊക്കെ സമർപ്പിക്കുന്നത് ജീവിത വിജയമൊക്കെ നൽകുന്നതാണ്. ചതയ നക്ഷത്രക്കാർ ഈ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുന്നതും നന്നായിരിക്കും. ഇത്രയൊക്കെയാണ് ചതയ നക്ഷത്രക്കാരുടെ കുറച്ച് പ്രത്യേകതകൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.